ദേശീയ രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന തെരഞ്ഞെടുപ്പിലേക്കാണ് ഉത്തർപ്രദേശ് നീങ്ങുന്നത്. ആദ്യഘട്ട തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം ചൊവ്വാഴ്ച ഇറങ്ങാനിരിക്കെ ഭരണകക്ഷിയിലെ ആഭ്യന്തര പ്രശ്നത്തിൽ നിർണായകമായ തീരുമാനമാണ് കമ്മീഷൻ എടുത്തിരിക്കുന്നത്. 30 കൊല്ലമായി യുപിയിലെ പിന്നാക്ക ന്യൂനപക്ഷ വോട്ടർമാർക്ക് സുപരിചിതമായ സൈക്കിൾ ചിഹ്നം മരവിപ്പിക്കുമോ എന്ന ആശങ്ക ഇല്ലാതായിരിക്കുന്നു. ഇതോടെ സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും രാഷ്ട്രീയ ലോക്ദളും മറ്റുമടങ്ങുന്ന മതേതര കക്ഷികളുടെ മഹാസഖ്യത്തിന് സാധ്യതയേറിയതായി അഖിലേഷ് പക്ഷത്തിന്റെ നേതാവ് രാം ഗോപാൽ യാദവ് വ്യക്തമാക്കി. चुनाव में तो पूरी तैयारी के साथ जा रहे हैं. ये अखिलेश जी ने भी कहा था और मेरी कोई राष्ट्रीय अध्यक्ष से बात नहीं हुई है, लेकिन ऑल ऑप्शंस आर ओपन. ന്യൂനപക്ഷ പിന്നാക്ക വോട്ടുകൾ ഭിന്നിക്കാതിരിക്കാനുള്ള നീക്കങ്ങൾക്കായിരിക്കും ഇനി സമാജ്വാദി പാർട്ടിയുടെ മുൻഗണന. മായാവതി മുമ്പ് ബിജെപിയുമായി സഖ്യമുണ്ടാക്കിയിട്ടുള്ള സാഹചര്യത്തിൽ ന്യൂനപക്ഷങ്ങൾക്ക് ബിഎസ്പിയിൽ അത്ര വിശ്വാസമില്ല. കോൺഗ്രസിന് 100-ലധികം സീറ്റുകൾ വിട്ടുകൊടുത്ത് മതേതര സഖ്യം ഉറപ്പിക്കാനുള്ള നടപടികൾ സമാജ്വാദി പാർട്ടി തുടങ്ങിക്കഴിഞ്ഞു. ഇതോടെ ന്യൂനപക്ഷ മുസ്ലിം വോട്ടുകൾ സൈക്കിളിന് തന്നെ ലഭിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പിക്കാം. കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കിയാൽ 300 വരെ സീറ്റുകൾ നേടാമെന്ന് അഖിലേഷ് യാദവ് നേരത്തെ ഒരിക്കൽ പറഞ്ഞിരുന്നു. എന്നാൽ ഏകപക്ഷീയമായി സീറ്റുകൾ പ്രഖ്യാപിക്കുകയും ആരുമായും സഖ്യമില്ലെന്ന് മുലായം സിംഗ് യാദവ് പ്രഖ്യാപിക്കുകയും ചെയ്തതാണ് പാർട്ടിയിലെ ആഭ്യന്തര പ്രശ്നങ്ങൾക്ക് വഴിവെച്ചത്. എസ് പിയിലെ പിളർപ്പ് പ്രതീക്ഷിച്ച് ബിജെപിക്ക് തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ മാറ്റിയെഴുതേണ്ടി വരുന്ന സാഹചര്യവുമാണ്. എസ് പി പിളർന്നാൽ യാദവ വോട്ടിൽ ഒരു വിഭാഗം ലഭിക്കുമെന്ന് ബിജെപി കണക്കുകൂട്ടി. എന്നാൽ കമ്മീഷൻ തീരുമാനം വന്നതോടെ ആ കണക്കുകൂട്ടലും തെറ്റുകയാണ്. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.